ഗായ്സ്, അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു പുതിയ യൂട്യൂബറാണ്. എനിക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. അതിന്റെ പേര് പെർഫെക്റ്റ് കൂൾ ഗെയിം. അതിന് എന്തൊക്കെയോ പറ്റിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ വേറൊരു ഈ ചാനൽ തുടങ്ങി. എന്റെ പേരാണ് പ്രജ്വൽ. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാനാണെങ്കിൽ ഇതിന്റെ പേര് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഇതിന്റെ ഇട്ടുള്ള ഒരു പേരെന്ന് വെച്ചാൽ പ്രജ് അൾട്രാ ഗെയിമർ എന്നാണ്. ഞാൻ കുറെ പേരിട്ടായിരുന്നു. അത് ഒരെണ്ണമാണ് അൾട്രാ ഗെയിമർ. അപ്പൊ അത് തന്നെ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോവാം. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് ആണ്. അത് ഞാൻ പറയാൻ പറഞ്ഞുപോയി. ഞാൻ നെക്സ്റ്റ് കഴിഞ്ഞാൽ ഇവളെ വേണമെങ്കിലും കിട്ടും, ഇവളെയും കിട്ടും. എനിക്ക് പക്ഷെ അവന്റെ മറ്റവനാണ് സ്റ്റീവ്. അതുകൊണ്ട് ഇവനെ ഈ ഹീറോ ബ്രെയിൻ എന്നും പറയും. ഹീറോ ബ്രെയിൻ്റെ ഒരു സാധനം ഉണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ശരിക്കുള്ള ഹീറോ ബ്രെയിൻ്റെ പോലാക്കാൻ പറ്റും. കണ്ടോ, കണ്ണൊക്കെ ഇതാക്കി. പക്ഷെ ശരിക്കുള്ള അതുപോലെ ആവത്തില്ല ഗൈസ്. പരസ്യം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇപ്പൊ നമ്മുടെ ഇതില്ല, ആരാണ്ടര പരസ്യം കഴിഞ്ഞിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് കാണാം. ഈ ഇയേഴ്സ് ക്രാഫ്റ്റ് എന്നാണ് എന്റെ പേര്. ഇതാണെന്ന് വെച്ചാൽ നേരത്തെ ഞാനാണെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പോയി. എന്തായാലും നമുക്ക് സാരമില്ല, നമുക്ക് വീണ്ടും അല്ല. അതെന്ത് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കണ്ട കിട്ടി. ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിരിക്കുന്നതായിരുന്നു. ഇത് ഞാനാണെങ്കിൽ കഴിഞ്ഞ ഇതിൽ ഇടാൻ വേണ്ടി വെച്ചിരുന്ന ഇതിന്റെ ബാക്കിയാണ്. കഴിഞ്ഞ ഇത് പോയതുകൊണ്ട് തന്നെ ആ ഒരു പാർട്ട് ഇനി എനിക്ക് ഇടാൻ കഴിയുന്നതല്ല. എല്ലാവരും ക്ഷമിക്കണം. വലിയതൊന്നും ഇല്ല, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ടൈം പാസ് കളഞ്ഞു. എന്നാലും നമ്മൾ കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. നമ്മളൊരു കുഴിയിലാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അപ്പോ ഇതിന് വരുന്ന ലക്ഷണം കാണുന്നില്ല. പെട്ടെന്ന് പോടെ. വരുന്നുണ്ട്. ഇത് ഉടായ്പ ലോഡിങ് ആണ്. ഞാൻ നെറ്റ് ഓഫ് ആക്കാം, അന്നേരം വരത്തില്ലല്ലോ. നെറ്റ് ഓഫ് ആക്കിയാൽ ഇതിന്റെ ലോഡിങ് ഒക്കെ നടക്കും. ഗായ്സ്, എന്റെ ഫോണിന് ഇതില്ല, സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഒന്ന് പോയത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നമുക്ക് ഈ വീട്ടിൽ നിന്ന് വിട പറയാം ഗൈസ്. ഈ വീടിന് ആവശ്യമില്ല. നമുക്ക് പുറത്തു പോയി ഇത് കളക്ട് ചെയ്യണം. എന്തോ ഇതുണ്ടല്ലോ, പന്തികേടുണ്ടല്ലോ. രാത്രിയായ എനിക്ക് പിരാന്ത് പിടിക്കണ്. ഞാൻ രാത്രി ആയെന്നും പറഞ്ഞോണ്ട് അതിൻ്റെ അത് കയറി ഇരുന്ന്. നമുക്കൊരു കാര്യം ചെയ്യും, ഇതിൻ്റെ അകത്തൊന്ന് മൈൻഡ് ചെയ്ത്. ഞാൻ നെറ്റ് ഓഫ് ഗെയിംസ് തന്ത്രപരം. പിന്നെ ഈ ഗെയിം നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അമ്മ അവിടെ കിടന്ന ഒരു കാര്യം പറഞ്ഞിട്ട് പറയാം. അമ്മ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന വ്യാജനാന്നൊക്കെ പറയുക. പിന്നെ നമ്മുടെ കരണ്ട് പോയി. കരണ്ട് അതാ രാത്രിയായി. ഇവന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഇതിൻ്റെ അകത്തോട്ടില്ല, ഇതിൻ്റെ അകത്ത് വേറെ പണിയൊന്നും. ഇതാണ് പിന്നെ മെയിൻ ഒരു ആശയില്ലാത്തൊരു കാര്യം. ഇങ്ങനെ രാത്രി സോംബീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ മൈൻക്രാഫ്റ്റ് എങ്ങനെയാണോ അത് തന്നെ മോഡലാക്കി വെച്ചിരിക്കുന്നതാണ്. അത് ഒരു കാര്യം ചെയ്യും, ഉറക്കൊന്ന് മൈൻഡ് ചെയ്യുക. പിന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആനങ്ങുമ്പോഴത്തേക്കും ആവോ. ഇതെന്തില്ല ഗെയിം. പണ്ടൊക്കെ അടച്ചു വേറെ എവിടെങ്കിലും ഇല്ല.
മണ്ടയ്ക്ക് സോംബി വീണെന്ന് തോന്നി ഇവിടെ. അതൊരു ശബ്ദം കേട്ട്. ഓ, നമ്മളിനി അങ്ങനെ പുറത്തിറങ്ങാം. ഒരു കാര്യം ചെയ്യാം, അപ്പുറത്ത് ഇതുവഴി ഇങ്ങനെ കുറച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തായാലും തീരാൻ പോകുന്നത്. തീർന്നു. ഇപ്പൊ നമുക്ക് നല്ല ആവശ്യമുണ്ട്. ഇപ്പൊ പിന്നെ നോക്കേണ്ട ആവശ്യം. ഓ, വേണ്ട. ഇതുവഴി ഇങ്ങനെ കുഴിച്ചിറങ്ങാം. ഞാൻ വിചാരിച്ചു ഗുഹയാണ്. ഗുഹയൊന്നും എനിക്ക് വേണ്ടേ. പിന്നെ ആരും അടുത്ത് PC ഗെയിം ഒന്നും പറയരുത്, കമന്റ് ചെയ്യാൻ പാടില്ല. കാരണം എനിക്ക് ഇതില്ല, PC ഇല്ല. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പ കിട്ടുമെന്നുള്ള. റൂം നമുക്ക് സെറ്റാക്കാം, പേടിക്കണ്ട. അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ തുടക്കമാണല്ലോ, അപ്പോൾ ഒരു സബ്സ്ക്രൈബെങ്കിലും അതിന് തരണം എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കണം. ടോർച്ച് എനിക്ക് ആരും ഉണ്ടാക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ ഒരു കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ കൊതുകാന്ന് തോന്നുന്നു. എനിക്ക് ഒരു കമ്പും പിന്നെ 3 സ്പൈഡറിനെയും കൂടെ കൊന്നാൽ മതി. പക്ഷെ അതിനുള്ള ധൈര്യം എനിക്കില്ല. ചത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഈ ബെഡില്ല. ബെഡ് വെച്ചിട്ടായിരുന്നെങ്കിൽ ഞാൻ പിന്നെ കളത്തിൽ ഇറങ്ങായിരുന്നു. എൻ്റെ ഈ ബെഡില്ല ഗൈസ്. അതാണ് വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. പ്രോബ്ലം ഓഫ് ദ ഇന്ത്യ. ഇതുണ്ടാക്കണമെങ്കിൽ അയണോ എല്ലാവരുടെ സാധനങ്ങളൊക്കെ വേണം. അത് വലിയ പാടാണ്. ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഒന്നും നോക്കുക പോലും വേണ്ട. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്തോ ചെയ്യും? നമുക്ക് എന്തോ ഉണ്ടാക്കാനായിരുന്നു ഞാൻ മണ്ടയോടെ കയറുന്നത്, അതും മറന്നു. എന്റെ കോളൊക്കെ ഇതിൻ്റെ അകത്തിരിക്കുകയാണ് ഗൈസ്. ഞാൻ മട്ടൺ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചായിരുന്നു. അപ്പൊ അതിൻ്റെ ഒരു കോള് ഞാൻ ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വെക്കണം. ഇത്ര ഉള്ള പരിപാടി, സിമ്പിൾ. ഇതിപ്പോ കടി ഇതങ്ങ് എടുത്തിട്ട് നമുക്ക് പോവാം. നമുക്കിതങ്ങ് എടുത്തിട്ടങ്ങ് പോവാടി. അത് കിട്ടി. ഇതെടുക്ക് ലെറ്റ് ഓഫ് ആവടി. പിന്നെ കുറച്ച് നമ്മുടെ സ്റ്റിക്ക് കുറവാന്ന് തോന്നുന്നു, അതായിരിക്കും. സ്റ്റിക്ക് കുറച്ചെണ്ണം ഉണ്ടാക്കട്ടെ. സ്റ്റിക്ക് നമ്മുടെ ഇല്ലായിരുന്നു. കോള് നമുക്ക് അത്യാവശ്യം കുറെ എണ്ണം ഉണ്ട്, പിന്നെയും കുഴപ്പമില്ല. എന്തായിരുന്നു കേസത്? ഇനി എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ. നീ ഹീറോയും വന്ന് ചാവടാന്നും പറഞ്ഞിട്ട് പോയതാണോ? ഞാൻ ഇത്ര നാളായിട്ട് കളിച്ചതില്ല, എനിക്ക് ഇങ്ങനത്തെ സൗണ്ട് ഇതുവരെ കേട്ടില്ല. ഹീറോയും എനിക്കകത്ത് വരാൻ സാധ്യതയുണ്ട്, കാരണം റിയൽ ആയിട്ടുള്ള മൈൻക്രാഫ്റ്റ് അല്ലല്ലോ. അപ്പോ ഹീറോയും വരാൻ സാധ്യതകൾ കുറവാണ്. ഇതിൻ്റെ അത് വരുമോ എന്നുള്ള കാര്യം ദൈവത്തിനറിയാം. ഞാൻ പേടിച്ചു. ഞാൻ വിചാരിച്ചു ഗുഹയിലായിരുന്നു. പേടിച്ചണം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. കിടിലൻ ഗെയിമാണ്. മൈൻക്രാഫ്റ്റ് എങ്ങനെയാണോ അതേ മോഡൽ തന്നെ. പക്ഷേ ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇത് എന്താ തന്നെ നമ്മുടെ ഈ പരസ്യം കയറി വന്നു കഴിഞ്ഞാൽ അത് ഇത്ര ഇങ്ങനെ കിടന്ന് ലോഡാവും. പെട്ടെന്ന് കയറി പിന്നെ കുഴപ്പമില്ലെന്ന് പറയാം. ഇതാണെങ്കിൽ വലിയ പാടാ ഏത് കയറാൻ. ഇങ്ങനെ കയറാം. ഞാൻ പുറത്താണ് ശരിയുന്നത്. അവിടെ പൂച്ച അങ്ങാണ്ട് പോയതിൻ്റെ പട്ടി കിടന്ന് കുരക്കണം. ഭയങ്കര കുഴ. പട്ടിയും പൂച്ചയായിട്ട് അടിയാ, ഭയങ്കര അടി.
പട്ടിയും പൂച്ച പണ്ടേ അടിക്കുക അതിന് കാര്യം ഇതുവഴി ഞങ്ങൾക്ക് കുഴിച്ചു പോവാം. ഇതുവഴി കുഴിച്ചിട്ട് വല്ല ഗുഹ എടുത്തെത്തുവാണെങ്കിൽ നമുക്ക് നിർത്താം. കാരണം എനിക്ക് ഗുഹ കയറി പേടിയാണ്. ഞാൻ ഇതുവരെയായിട്ട് ഞാൻ ഇത്ര നാളും കളിച്ചിട്ട് ഒരു ഗുഹയിൽ പോയി ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. കാരണം എന്താ പേടി, പേടിയാണ് ഗുഹയിൽ കയറാൻ. വല്ല മോൺസ്റ്റേഴ്സിന്റെ അടി കൊണ്ട് തിരിച്ചു എനിക്ക് വയ്യ. ഞാൻ ധീരനാ, ധീരൻ. അങ്ങനെ തിരിച്ചു വരുന്നവനല്ല. കേട്ടാ ചത്തല്ലോ, മൊത്തം പോയോ? നമുക്ക് 33 കോൾ കിട്ടി. അത്ഭുതം തന്നെ. വേറെ പറ്റുന്നില്ലേ? കൊള്ളാം, ഇത്രയും ഭാഗം മൊത്തം തുരന്തെടുത്ത്. കുഴപ്പമൊന്നുമില്ല. ചുമ്മാതാ ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ കേൾക്കും കേട്ടോ. സഹിച്ചോണം. ക്രൗച്ച് ചെയ്യേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാം. ഇതാണ് മറ്റൊരു പ്രോബ്ലം. ഇവരുടെ പ്രോബ്ലമാണിത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തേണ്ടി. നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് നിർത്താം അല്ലേ? ഞാൻ അവിടെ ക്ലോക്ക് കുത്തിട്ട് നിർത്താൻ കൂടാ. നമുക്ക് ഈ ഒരു പിക്ചേഴ്സ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ബൈ.